അവളുടെ പേര് എനിക്ക് നേരത്തെ അറിയായിരുന്നു, സാറ. ഇന്റർവ്യൂ ഏതാണ്ട് കിട്ടിയ മട്ടാ. ഞാനിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ വിളിക്കാം. ഇവക്ക് വട്ടാണോ? എൻ്റെ അമ്മേ. ഏ? ശ്ശെടാ. ഹലോ, ഞാൻ വിനീത്. എന്താ പേര്? സൂര്യ. ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തോന്നുന്നു. സർ, ഞാൻ വീണ്ടും വിങ്സ് വിളിക്കുകയാണ്. അതെ സർ. വിളിച്ചോ. സർ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. പറഞ്ഞു വരല്ലേ, തോമസ് ചാക്കോ വന്നിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചോ. ഓക്കെ സർ. ഹലോ, ആരാ? ഹലോ സർ, വിങ്സ് എന്നാണ്. വിൻസി, പറയടി, എന്നാ ഉണ്ട്? എന്നാ പറ്റി നിന്റെ സൗണ്ടിന്? സർ, ഇതൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ്. കേക്കാവോ? ഹലോ. കേക്കാം, പറ. സർ, ആ തിരിച്ചടയ്ക്കേണ്ട പൈസ ഞാൻ ചോദിക്കാൻ വിളിച്ചാണ്. അത് ഞാൻ അടയ്ക്കത്തില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സർ? അടയ്ക്കേണ്ട പൈസ അല്ലേ അത്? അടയ്ക്കേണ്ട പൈസയാണ്, പക്ഷേ എനിക്ക് അടയ്ക്കാൻ പറ്റിയല്ല മോളെ. എന്താ സർ കാര്യം? എന്താ കാര്യം? അവിടുന്ന് സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്ന ആ പെണ്ണെന്തിയാ, അന്ന? സർ, ആ കുട്ടി ഇവിടുന്ന് റിസൈൻ ചെയ്തു. അവള് വിളിച്ചാ ഞാൻ പൈസ അടയ്ക്കാം. സർ, ഇവിടുന്ന് പോയ ആൾ എങ്ങനെ വിളിക്കാനാ സർ? അതൊന്നും എനിക്കറിയില്ല, അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ. അവള് വിളിച്ചാ ഞാൻ പൈസ അടയ്ക്കാം. സർ, അതെങ്ങനെ ശരിയാവാനാ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റൂന്ന്. സോ പ്ലീസ് സർ, കഷ്ടമുണ്ട്. ഇത് എന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ആണ്. കൊച്ചിനെ കരയിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. ഈ അന്ന എന്റെ ഭാര്യയാണ്. ആ പോസ്റ്റിലേക്കാണ് കൊച്ചിപ്പോ വന്നിരിക്കുന്നത്. അവക്ക് അവസാന മാസത്തെ ശമ്പളം നിങ്ങളുടെ കമ്പനി കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെ ഇത് അടയ്ക്കണ പ്രശ്നോ ഇല്ല. ഹലോ ഹലോ. അയ്യേ, ഇതെന്തൊരു കഥ. ഇവിടെയും ഒരു രക്ഷയില്ലെന്നാ തോന്നുന്നേ. പാറുമോളെ, ഒന്നിഞ്ഞു വരാമോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സൂര്യ അല്ലേ? അതെ സർ. സൂര്യക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ കോഫി ഷോപ്പിൽ സൂര്യ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ആദ്യം കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. എങ്ങനെ? മറ്റു കോഫി ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കോഫി ഷോപ്പിനുണ്ട്. സോ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതിൽ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കി ക്ലീനിങ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യും. പിന്നെ കോഫി ഷോപ്പിന്റെ റൂൾസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തും. അങ്ങനെയല്ല. ഓക്കെ സൂര്യ, വി ആർ ഇംപ്രസ്ഡ്. താങ്ക് യു സർ. എന്ന് ജോയിൻ ചെയ്യാം. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് 1 വീക്ക് ടൈം കിട്ടിയാൽ. അപ്പൊ സൂര്യ ഓക്കെ, ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു സർ. സൂര്യയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല? അത് സിവിൽ ഉണ്ടായിരുന്നല്ലോ സർ. ശരി സർ. അവന് വീട് എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റൂല അല്ലടാ. എടാ, ഈ കൊച്ചെങ്ങനുണ്ട്? എനിക്ക് ഓക്കെയാണ്. എനിക്കും. അങ്ങനെ ഇപ്പൊ നിനക്ക് ഒക്കണ്ട. അങ്ങനെയൊന്നും പറയണ്ട, കോഫി ഷോപ്പ് എന്റെയും കൂടെ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ മാത്രം കോഫി ഷോപ്പ് നിന്റെ. ഞാൻ ആ ചിഞ്ചുവിനെ എടുത്താലോ എന്ന് ആലോചിക്കാം. അത് ശരിയാ, ആ കൊച്ചു കൊള്ളവിടെ. നിങ്ങൾ എന്നെ വെട്ടാക്കാൻ വേണ്ടി പറയല്ലേ? എനിക്കറിയാം. പരിചയമുള്ള കുട്ടിയാവുമ്പോ അതല്ലേ നല്ലത്. എന്റെ പൊണ്ണ് സണ്ടിച്ചായതിനും വട്ടാണ് മുഴുവട്ട്. അല്ല, നമ്മളിപ്പോ ആരെയൊക്കെ സെലക്ട് ചെയ്തത്? ഒന്ന് സൂര്യ മാനേജർ, പിന്നെ വിനീത് ഹെൽപ്പർ. എന്താ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എന്നാ ഞാനും ഓക്കെ. ഓക്കെ. സൂര്യ ടോണി റൗണ്ട് ആരംഭിക്കുന്നു. അതുവരെ ഒരാഴ്ചത്തേക്ക് ഒരു ചെറിയ ഇടവേള. എന്താടാ?